ഹലോ, ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നാൽ അവർക്ക് വേണ്ടത്ര സാലറി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇവര് ഈ രണ്ട് കൂട്ടരെ ഞാൻ ഒരേ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം ഇവർ വരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. രണ്ടുപേരും ചിന്തിക്കുന്ന ഒരു കാര്യം, അവർക്ക് SSC അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെ ഏതെങ്കിലും പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കാം, ഈ ജോലി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് വേണം എനിക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ, ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് കടക്കണം. ഇനി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ ഈ 3 വർഷം ഒന്ന് കഴിയട്ടെ, ഈ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രിപ്പറേഷനിലേക്ക് കടക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ SSC റെയിൽവേനെ പറ്റി ഞാൻ പറയാൻ കാരണം, നിലവിലെ കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് ഒരുപാട് ആളുകളാണ് അട്രാക്റ്റഡ് ആയി ഈ അവസരങ്ങളെ കണ്ട് മനസ്സിലാക്കി SSCയിലേക്കും റെയിൽവേയിലേക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത്. അത് എങ്ങനെ നമുക്കൊന്ന് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആ ചിന്തയെ എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ സമയം കൃത്യമായി ചെലവാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്, എങ്ങനെ നിങ്ങളുടെ സമയത്തിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ നിങ്ങൾ മറ്റൊരു കോഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ എങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് എനിക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഞാൻ കുറച്ച് ഫാക്ടേഴ്സ് അതിൽ പറയും. ആ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒരു സമയം മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം ഇതേ കാര്യം കുറച്ച് സമയം മാറ്റി വെച്ച് നിങ്ങൾ ഈ പ്രിപ്പറേഷന് വേണ്ടി ചെലവാക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ ആ സ്ട്രാറ്റജി, അതിനെ ഞാൻ വീക്കെൻഡ് സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത്. കാരണം വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് വീക്കെൻഡിൽ മാത്രമാണ് സമയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീക്കെൻഡ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, അതിൽ ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്താണ് SSC, എന്താണ് റെയിൽവേ, എന്താണ് അതിന്റെ സിലബസ് എന്നുള്ളതിനെ പറ്റി ഐഡിയ ഇല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സിലബസ് എവിടെ കിട്ടും? സിലബസ് നമുക്ക് പ്രിന്റ് എടുക്കാൻ നമുക്ക് ഗൂഗിളിലൊക്കെ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ദിശ അക്കാദമിന്റെ ടെലഗ്രാം ചാനലിലും ഈ സിലബസുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ എക്സാമിന്റെയും സിലബസ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് SSCക്ക് റെയിൽവേക്കും വേണ്ട സിലബസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ സിലബസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് ഞാൻ ബ്രേക്ക് ചെയ്ത് പറഞ്ഞുതരാം. സിലബസ് കഴിഞ്ഞ അടുത്ത ഒരു സെക്ഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവസാനത്തെ സെക്ഷനിൽ എക്സാം ആണ്. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു, നമ്മൾ സിലബസ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തു. ഇനി എക്സാമിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എക്സ്ട്രാ നടത്തണം, ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നത്. അപ്പൊ കൃത്യമായി ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലബസ് ആണ്. അതിൽ ആദ്യം ഫണ്ടമെന്റൽസ് കവർ ചെയ്യണം. എന്താണ് ഫണ്ടമെന്റൽസ്? നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും സിലബസുമായി ബന്ധപ്പെട്ടുള്ളത്. നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് ഉള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് 3000-ലധികം ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ടാസ്ക് ആണ്. ഇനി നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സോഴ്സസ് ഉണ്ടെങ്കിൽ ആ സോഴ്സ് വഴി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കുക. ഫണ്ടമെന്റൽ ആയിട്ട് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്താണ് എനിക്ക് പഠിക്കേണ്ടത്, അതിന്റെ ബേസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലോജിക്ക്, അടുത്തൊരു സാധനമാണ് ലോജിക്ക്. അതായത് നമ്മൾ ലോജിക്കലി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, PSC ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഴയ ഒരു PSC സ്റ്റൈൽ ഉണ്ട്. ഞാൻ PSC എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ പരീക്ഷകളെയല്ല, പഴയ ഒരു PSC സ്റ്റൈൽ ഉണ്ടല്ലോ, എല്ലാം നമ്മൾ മനപ്പാടാക്കുന്ന ഒരു ശൈലി. ആ ശൈലിയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ലോജിക്കലി കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശീലിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫണ്ടമെന്റൽസ് നിങ്ങൾ സിലബസിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ ഓക്കെ ആകുമ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓരോ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടേതായ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ പല ക്ലാസ്സുകളിലും കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, ടീച്ചർ എഴുതുന്ന നോട്ട് അത് എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിക്കും. അത് നല്ല നമ്പർ 1 മണ്ടീന്റെ ലക്ഷണമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു ക്ലാസ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ സ്വന്തമായി ഒരു നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ എഴുതിയ നോട്ടാണ്, അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഓർത്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. അപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് ക്ലാസ്സുകൾ കാണുക, അതിനെ ലോജിക് ബേസ്ഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക, അതിനുശേഷം നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഈ കാര്യമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സമയം കിട്ടി, സമാധാനമുള്ള ഒരു സമയം കിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്ന വർക്ക് കഴിഞ്ഞ് തളർന്നു വന്നിട്ടുള്ള 1 മണിക്കൂർ സമയത്തിനെ പറ്റിയല്ല. നിങ്ങൾക്ക് ഒരു ദിവസം സമാധാനമായിട്ടൊരു കുറച്ച്
സമയം കിട്ടി, ഒരു 2 മണിക്കൂർ സമയം കിട്ടി. ആ 2 മണിക്കൂറിൽ ഇന്ന ടോപ്പിക്കിന്റെ ബേസ് ഐഡിയ എനിക്ക് ശരിയാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അത് പഠിക്കുമ്പോൾ ആദ്യം ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നുള്ള പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് സിലബസ് പ്രിന്റ് എടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ അടുത്ത ടാസ്ക് എന്താ? പ്രാക്ടീസ് ആണ്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ടൈം, നമ്മളെ എക്സാമിന്റെ ടൈമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ടൈം വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിനും വലിയ പ്രാധാന്യമുണ്ട്. വെറുതെ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു സമയം കണ്ടെത്തി ഒരു ടോപ്പിക്കിന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ ബേസ് ചെയ്തൊരു പ്രാക്ടീസ് നിങ്ങൾ നടത്തണം. ആ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം. ആ ക്ലാസ്സിലുള്ളതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഒരുപാട് ബുക്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാമേ. അപ്പോൾ അവിടെ ആ മെറ്റീരിയൽസും ബുക്സും സംഘടിപ്പിച്ച് അതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. ഓക്കെ, ഇതും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോൾ വേണം തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീടുള്ളൊരു സെറ്റ് പ്രിപ്പറേഷനാണ് അഡ്വാൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കണ്ടു, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ചെക്ക് ചെയ്ത് നോക്കി, ഇനി നല്ല ക്വസ്റ്റ്യൻസും നല്ല മെറ്റീരിയൽസും സംഘടിപ്പിക്കണം. അത് നമ്മളെ ഡൊമൈൻസിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടെത്തി പഠിക്കാവുന്നതാണ്. ഇനി അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്റ്റക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ, നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ആളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ ഒക്കെ അസിസ്റ്റൻസ് നിങ്ങൾ തേടുക. എന്നിട്ട് അഡ്വാൻസ് ആയുള്ള ഒരു പ്രിപ്പറേഷനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ അഡ്വാൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രമാണ് എന്ന് കരുതരുത്. പക്ഷെ ആദ്യം ആരെ ചെയ്യണം? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ആ പ്രാക്ടീസിനെ പറ്റി പറയുന്നത്. ഇനി ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കോഴിക്കോട് ദിശ അക്കാദമി, ഞാനിപ്പോൾ കോഴിക്കോട് ദിശ അക്കാദമിയിലാണുള്ളത്. കോഴിക്കോട് ദിശ അക്കാദമിയിൽ അല്ലെങ്കിൽ നമ്മളെ നിലവിൽ ഉള്ളത് കൊട്ടാരക്കര ദിശ അക്കാദമിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സൺഡേസിൽ നമ്മൾ ക്ലാസ്സുകൾ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഹോളിഡേയ്സിൽ, സൺഡേസ് മാത്രമല്ല ഹോളിഡേയ്സിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറ്റർഡേ അല്ല, ഈ സാറ്റർഡേസിലൊക്കെ വർക്കുള്ള ആളുകളുണ്ട് നമ്മളെ കൂടെ. അപ്പോൾ അവരല്ലാതെ അല്ലാത്ത ആളുകൾക്ക് നിങ്ങളിതൊന്ന് കേൾക്കുക, നമ്മളൊരു സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് കോപ്പി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് നമ്മൾ എന്താ ചെയ്യുക? ഹോളിഡേ ക്ലാസ്സസ് കൊടുക്കും. അതായത് ഇപ്പോൾ സൺഡേ ആണെങ്കിൽ സൺഡേ ക്ലാസ് കൊടുക്കും. സൺഡേ നിങ്ങൾ ക്ലാസ് കൊടുത്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ദിശ അക്കാദമിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രാക്ടീസുകൾ അവർ ചെയ്യണം. ഇപ്പം ഞാൻ പേഴ്സൻറ്റേജിന്റെ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ അന്ന് ആ ഞായറാഴ്ച അവർ പോയിട്ട് അവർ 2 ദിവസത്തിനുള്ളിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള പേഴ്സൻറ്റേജിന്റെ പ്രാക്ടീസ് മുഴുവനായിട്ട് ചെയ്യണം. അതിൽ കുറെ പ്രാക്ടീസ് കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യൽ മാത്രമല്ല, കുറെ എക്സസൈസുകൾ കിടക്കുന്നുണ്ട്. ഈ എക്സസൈസുകൾ ഒരു 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു അരമണിക്കൂർ സമയം ഒക്കെ ചെലവാക്കിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യണം. അത് ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അത് ബേസ് ചെയ്തുള്ള ഒരു പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആഴ്ചയിലും തരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യണം. അപ്പോൾ ഒരു ബാക്കിയുള്ള 3 ദിവസം എന്തിനുള്ളതാ? ആ മെറ്റീരിയൽസ് ചെയ്യാനുള്ളതാ. അപ്പോൾ 2 ദിവസം ടെക്സ്റ്റ് ബുക്ക്, 3 ദിവസം മെറ്റീരിയൽസ്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം 3/4 മണിക്കൂർ സമയം കിട്ടുള്ളൂ. എങ്ങനെയാണെങ്കിലും ഈ 5 ദിവസവും നമ്മൾ പ്രാക്ടീസിന് വേണ്ടി തന്നെ ചെലവാക്കും. ഒരു ദിവസം ടോപ്പിക്ക്, ബാക്കി 5 ദിവസം പ്രാക്ടീസ്. 6ാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും, അത് ശനി ഞായർ ദിവസങ്ങളിൽ ഡൗട്ട് ക്ലിയറൻസ് ഉള്ള ദിവസമാണ്. ശനിയാഴ്ച വരാൻ പറ്റുന്നവർക്ക് അങ്ങനെ, അതല്ല ക്ലാസ്സുകൾക്ക് മാത്രമേ വരാൻ പറ്റുന്നുള്ളൂ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവര് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്ത സൺഡേ ആയിരിക്കും. അപ്പോൾ അടുത്ത സൺഡേ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഇവർക്ക് മെന്ററിങ് സെഷൻസ് ഉണ്ടാവും. ആ സെഷനിൽ ഇവരെന്ത് ചെയ്യും? കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യും. അപ്പോൾ അവരെ ഫൗണ്ടേഷൻ സെറ്റായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷനും ഫണ്ടമെന്റൽസും ലോജിക്കും അവർക്ക് സെറ്റായി. ഇനി അടുത്ത വീക്കിൽ അവരെന്താ ചെയ്യുന്നുണ്ടാവുക? അവർക്ക് വലിയ മെറ്റീരിയൽസ് കൊടുക്കും. വലിയ മെറ്റീരിയൽസ് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കും. അപ്പോൾ അതിന്റെ പ്രാക്ടീസ് ആണ് അടുത്ത ആഴ്ച ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ ഒരു ടോപ്പിക്ക് പുതിയതും അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്കിന്റെ ബേസിക് വർക്ക് അവർ ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ പുതിയൊരു ടോപ്പിക്കിന്റെ അഡ്വാൻസ് പ്രാക്ടീസും അവർ ചെയ്യുന്നുണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ഈ ഹോളിഡേ ക്ലാസ്സസിന്റെ കൂടെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മൾ ഹോളിഡേ ക്ലാസ്സസിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേയൊക്കെ ലോജിക്ക് മനസ്സിലാക്കും. എന്നാലും അവിടെ കുറച്ചും കൂടെ അതിനെ ബേസ് ചെയ്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരു ഓൺലൈൻ ആക്സസിൽ കൂടെ അവർക്ക് കൊടുക്കും. അപ്പം ബേസിക് ക്ലാസ്സുകൾ മനസ്സിലായ ഒരാൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗിക്കാം.
അപ്പോൾ ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും അഡ്വാൻസ് പ്രിപ്പറേഷൻ നടത്തും. എന്നിട്ട് അതിൽ ഡൗട്ട് ഉള്ളതുമായിട്ട് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരും. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. എന്നിട്ട് അവസാനമായിട്ട് അവർ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ചെയ്യും. പിന്നെ ടോപ്പിക്കുകൾ ഒരുപാടെണ്ണം കഴിയുമ്പോൾ സെഷണൽ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ മൊത്തം ഫുൾ മോക്ക് ടെസ്റ്റുകളും ചെയ്യും. ഇത് ഇവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഒരു കോൺഫിഡൻസ് കൊടുക്കും. എന്തെങ്കിലും ഒരു പോയിന്റിൽ ഇവർ അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആണ്, എക്സാമിന് 100% പ്രിപ്പയർ ചെയ്യാൻ റെഡി ആവുന്നുണ്ട് എന്നുള്ള സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ആ ജോലി ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഒരു ധൈര്യം ഉണ്ട്, ഓക്കെ എനിക്ക് കിട്ടും എന്നുള്ളൊരു ധൈര്യം ആവുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഇതുപോലെ 3 വർഷവും പഠിക്കുന്ന ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്തിട്ട് ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഒരിക്കലും നിങ്ങൾക്ക് തെറ്റ് വരുത്തുന്ന സാധനങ്ങളല്ല. അപ്പൊ ഇത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സോഴ്സസ് കിട്ടുമോ അവിടെ നിന്ന് ഇതുപോലത്തെ സോഴ്സസ് ഒക്കെ കണ്ടുപിടിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇനി അങ്ങനെ സോഴ്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സോഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത്തരം ഈ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സും അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ടുപിടിക്കുന്നതും നമ്മളെ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ ക്ലാസ്സുകൾ ഒരുപാട്. അങ്ങനെ ക്ലാസ്സുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ സൺഡേസിലും ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ ദിശ അക്കാദമിന്റെ 2 സെന്ററുകളിൽ കാലിക്കറ്റും കൊട്ടാരക്കരയും എന്തുണ്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 നമ്പറുകളിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 8089788801 അതുപോലെ തന്നെ 8078340936. അപ്പൊ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് കൊട്ടാരക്കര, ഇത് കൊട്ടാരക്കര നമ്പറാണ്, ഇത് കാലിക്കറ്റ് നമ്പറാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്ത് നോക്കുക, നേരിട്ട് സംസാരിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈൻ കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ അങ്ങനെ ദൂരെയുള്ള ആളുകളാണ്, സൺഡേ വരുന്നത് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അപ്പൊ 2 ഫാക്ടേഴ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? ഒന്ന് സിലബസും പിന്നെ ഒന്ന് പ്രാക്ടീസും. അപ്പൊ ആ കാര്യങ്ങൾ ഇങ്ങനെ വേണം ഡീൽ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നതാണ്. ഇനി അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിനെ പറ്റിയാണ്. അതായത് വെറുതെ നിങ്ങൾ സിലബസ് കണ്ടതുകൊണ്ടോ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ടോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തണം. അതാണ് ചാപ്റ്റർ മോക്ക്. ഓരോ ചാപ്റ്റർ നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം ചാപ്റ്റർ മോക്കുകൾ ചെയ്യണം. എന്തുകൊണ്ടാ? ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നിശ്ചിത ടൈമിനുള്ളിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതിന് എല്ലാ ചാപ്റ്ററിന്റെയും ചാപ്റ്റർ മോക്കുകൾ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്, അതായത് ചാപ്റ്റർ മോക്സ് എന്ന് പറഞ്ഞാൽ ഓരോ വെബ്സൈറ്റിലും മോക്കുകൾ ഉണ്ടാവും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷത്തെ ഒക്കെ ഓരോ ഷിഫ്റ്റുകളായിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ സിലബസ് അത്യാവശ്യം കംപ്ലീറ്റ് ആവാനാവുന്ന സമയത്താണ് കേട്ടോ. പിന്നെയുള്ള കാര്യം എക്സാം ആണ്. ഈ എക്സാം ശരിയാവാൻ എക്സാം എഴുതണം. അതെ, അത് ശരിയാണ്. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. എക്സാം സെന്ററിൽ പോകണം, എങ്ങനെയാണ് അവിടുത്തെ ഓരോരോ സ്റ്റെപ്പുകൾ എന്ന് മനസ്സിലാക്കണം, അവിടുത്തെ എക്സാമിന്റെ രീതി മനസ്സിലാക്കണം, അവിടെ ചെന്നാൽ എങ്ങനെയാണ് നമുക്ക് എക്സാം എഴുതാൻ കഴിയുക, എക്സാം സെന്റർ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടുത്തെ പ്രഷർ, അവിടുത്തെ ടെൻഷൻ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പോയിന്റിൽ ഒരുപാട് എക്സാമുകൾ എഴുതി പരിചയപ്പെട്ടെങ്കിലേ നമുക്ക് സമാധാനമായിട്ട് നല്ലൊരു എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സിലബസ്, പ്രാക്ടീസ്, എക്സാം, ഈ 3 കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിശ അക്കാദമിയോ നിങ്ങൾക്ക് അവൈലബിൾ, നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരാളുടെയോ സഹായം തേടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തേടുക. ഒരിക്കലും നിങ്ങളെ സമയം ഇനി മുന്നോട്ട് വെക്കരുത്, ഇത് കഴിയട്ടെ എന്ന് ചിന്തിച്ച് നിൽക്കരുത്. നിങ്ങളെ സമയമാണ് പോകുന്നത്, നിങ്ങളെ പ്രായമാണ് പോകുന്നത്. ഓരോ വർഷവും പോകുന്നതും ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ സമയം നഷ്ടപ്പെടാണ്ടിരിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫയർ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് പറയാം. വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം, ഇന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റിൽ പറയാൻ മടി കാണിക്കാണ്ടിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.